കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റോടും അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ, ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ ആകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജും നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേ, കാരണം അവന് ഇഷ്ടമാണ്. അത് ചെയ്യട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടേ. ദിയാകൃഷ്ണ സ്വന്തം കൊച്ചിൻ്റെ 1ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താത്തതിൻ്റെ റീസണാണ് ഇപ്പോൾ കേട്ടത്. അതായത് കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചങ്ങ് എക്സോസ്റ്റഡ് ആയി പോവും. മാത്രമല്ല കൊച്ചിനെ എല്ലാവരും എടുത്തുകൊണ്ട് പോയി, വരുന്നവരും പോകുന്നവരും എല്ലാം കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് തിരിച്ച് കിട്ടത്തില്ലെന്ന്. ഇത് ഇവൾ ആരെ ഉദ്ദേശിച്ചാണ് ദിയ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഇവള് ബർത്ത്ഡേ പാർട്ടി വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം വെക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരുടെ ഇൻലോസിൻ്റെ, അതായത് അശ്വിൻ്റെ ഫാമിലിനെ വിളിക്കേണ്ടി വരും. അപ്പം ആ ഒരു വിളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ബർത്ത്ഡേ പാർട്ടി ഒരു തരത്തിലും നടത്താതെ ഇവൾ അവിടെ നിന്ന് മുങ്ങി മലേഷ്യയ്ക്ക് പോയിട്ട് അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. എന്നിട്ട് അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത്, വിളിക്കുന്നവരെല്ലാവരും വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകും. ഈ കൊച്ചിനെ പിടിക്കുന്ന അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാരാണ് ഇവർ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നത്. ഇതുവരെയുള്ള ഇവരുടെ ഫംഗ്ഷൻ ഒന്നും ഒരിക്കൽ പോലും ലൈക്ക് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ കോമൺ മീൻസ് അത്ര ക്ലോസ് അല്ലാത്ത ആരെയും കണ്ടിട്ടില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള ക്ലോസ് സർക്കിളുള്ള അവരുടെ കുറച്ച് ഫ്രണ്ട്സ്, അവരുടെ റിലേറ്റീവ്സ് പോലും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അവരുടെ അമ്മയുടെ അനിയത്തി അല്ലാണ്ട്, പിന്നെ അശ്വിൻ്റെ ഫാമിലിയും അല്ലാണ്ട് അത്രയും ക്ലോസ് ആയിട്ട്, പിന്നെ അമ്മയുടെ 1-2 വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 സർക്കിളുള്ള 2 ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ അല്ലാണ്ട് ഒരാളെ പോലും ഇവർ ഫാമിലി ഫംഗ്ഷനൊന്നും വേറെ പുറത്തൊന്നും അധികം ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഇത്ര ചീപ്പായിട്ടുള്ളൊരു ഒരു റീസൺ എങ്ങനെ പറയാൻ പറ്റി? കൊച്ചിനെ എടുത്തുകൊണ്ട് പോവും, അതുകൊണ്ട് കൊച്ചിനെ തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളൊരു റീസൺ എങ്ങനെ പറയാൻ പറ്റി ദിയയ്ക്ക്? ആക്ച്വലി റീസൺ വളരെ സിമ്പിളാണ്. ദിയയുടെ ഇൻലോസിനെ ഈ പാർട്ടിയിൽ വിളിക്കാൻ പറ്റത്തില്ല. അവരുമായിട്ട് അത്ര ചർച്ചയല്ല ദിയ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ദിയയുടെ പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ദിയ തന്നെ ഇടുന്നതാണ്. ഇത് നമ്മളാരും അവരുടെ വീട്ടിൽ പോയി CCTV വെച്ച് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. ദിയ തന്നെ പലപ്പോഴായിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഒക്കെ ഇട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ ഫാമിലിയുമായിട്ട് അത്ര ചർച്ചയിലല്ല. അപ്പം പുള്ളിക്കാരത്തേക്ക് ഈ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരെ വിളിക്കേണ്ടി വരും. അപ്പോൾ അവരെ വിളിക്കാൻ താല്പര്യമില്ല. അപ്പം നൈസായിട്ട് ആ പ്രോഗ്രാം അങ്ങ് ഒഴിവാക്കി കൊച്ചിനെ കൊണ്ടങ്ങ് പുറത്തേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് അങ്ങ് ആഘോഷിച്ച് തിരിച്ചു വന്നപ്പോൾ ഒന്നും അറിയാത്തവരെ പോലെ സർപ്രൈസ് പാർട്ടി, ദിയയുടെ ഫാമിലീസ് മാത്രം കൊടുക്കുന്ന ഒരു സർപ്രൈസ് പാർട്ടി. ഇവൻ ദോ അതൊരു സർപ്രൈസ് പാർട്ടി ആയിരുന്നാൽ പോലും അശ്വിൻ എന്ന് പറയുന്നത് ആ കൊച്ചിൻ്റെ അച്ഛനാണ്. ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ഒരാൾ പോലും ഇല്ലാതെയാണ് അവർ ആ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്തത്. കല്യാണത്തിന് മുന്നേ ഒരു 10 പാർട്ടി അല്ലെങ്കിൽ 10 പ്രോഗ്രാംസ്, കല്യാണത്തിന് കഴിഞ്ഞിട്ട് ഒരു 10 പ്രോഗ്രാംസ്, പ്രസവിക്കുന്നതിന് മുന്നേ ഒരു 10 പ്രോഗ്രാംസ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തിയ ഒരാളാണ് ദിയാകൃഷ്ണ. ഇതൊക്കെ നടത്തിയ ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ് ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകും, എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ, ഇങ്ങനത്തെ കുറേ എക്സ്ക്യൂസസ് അങ്ങ് പറഞ്ഞങ്ങ് മെഴുകുകയാണ് അവിടെ വന്നിട്ട്. പക്ഷേ ദിയാകൃഷ്ണ ഈ ഒരു പ്രോഗ്രാം ദിയാകൃഷ്ണയുടെ ഫാമിലി നടത്തിയ സമയത്ത് കൊച്ചിനെ ആരുടെയും കൈ കൊടുക്കാതെ ദിയ തന്നെ കൊണ്ട് നടക്കുമായിരുന്നു. ഫുൾ ടൈം കൊച്ചിനെ ദിയയുടെ അച്ഛൻ്റെ കൊടുത്തിരിക്കായിരുന്നല്ലോ. അപ്പോൾ അതിന് ദിയയ്ക്ക് പ്രശ്നമില്ലേ? അപ്പം കൊച്ചിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വന്ന് കൊച്ചിനെ എടുക്കുന്നതാണോ ദിയയുടെ ശരിക്കുള്ള പ്രശ്നം? അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റാണ്, ദിയ ഞാൻ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നൊരു വ്യക്തിയല്ല, എന്നാലും പറയാതെ വയ്യ, തനിക്ക് വളർന്നു വരുന്നതും ഒരു ആൺകുട്ടിയാണെന്ന് താൻ ഒരിക്കലും മറന്നു പോകരുത്. നാളെ അവൻ നിങ്ങളെ മാറ്റി നിർത്തി അവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? താൻ തന്നെ പറഞ്ഞല്ലോ അവൻ വേറൊരാളെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും സഹിക്കാൻ പറ്റില്ലെന്ന്. അതേപോലെ തന്നെയാണ് ഒരു അമ്മയുടെ മകനല്ലേ അശ്വിനും. കർമ്മ തിരികെ ലഭിക്കാതെ ഇരിക്കട്ടെ. വളരെ കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ദിയയ്ക്കിപ്പം അവരുടെ ഇൻലോസുമായിട്ട് എത്ര പ്രശ്നം ഉണ്ടായാലും അത് ദിയയുടെ മാത്രം കുട്ടിയല്ല, ദിയ മാത്രം വിചാരിച്ചിട്ടുണ്ടായ ഒരു കൊച്ചല്ല.
ഒബ്വിയസ്ലി അത് അശ്വിൻ്റെയും കൂടെ കൊച്ചാണ്. എനിക്ക് തോന്നുന്നു അശ്വിൻ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. ദിയയുടെ പൈസ, ദിയയുടെ സ്കിന്ന്, അല്ലെങ്കിൽ തൊലിവെളുപ്പ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ മാത്രം മതി അശ്വിൻ എന്ന വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര സഹിച്ച് പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ദിയ ഒന്ന് ആലോചിക്കണം, എന്ത് പ്രശ്നമായാലും ദിയയുടെ ഫാമിലീനെ പോലെ തന്നെയാണ് അശ്വിൻ്റെ ഫാമിലിയും. ഇപ്പം അവരൊരു പ്രോഗ്രാം, ഇപ്പം ഒരു പൂജാ സെറമണി അശ്വിൻ്റെ ഫാമിലി നടത്തിയിട്ടുണ്ടായിരുന്നു ദിയയുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ. ആ ടൈമിൽ ദിയയുടെ ഫാമിലിയുമായിട്ട് അശ്വിന് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ദിയയുടെ ഫാമിലി വരണ്ട, എൻ്റെ ഫാമിലി മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടി അശ്വിൻ വന്നിരുന്നെങ്കിൽ ദിയ സമ്മതിക്കുമോ? ദിയയുടെ സ്വന്തം ഫാമിലിനെ ഒഴിവാക്കിയിട്ട് ആ ഫംഗ്ഷൻ ചെയ്യാൻ ദിയ സമ്മതിക്കുമോ? അപ്പോൾ ഇതിനകത്ത് അശ്വിനെ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ദിയ ഇങ്ങനത്തെ ഒരു ഇത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്, അവരുമായിട്ട് എന്ത് പ്രശ്നം ആയിക്കോട്ടെ, പക്ഷേ അവരുടെ കൊച്ചുമോനല്ലേ. അടുത്തതായിട്ട് പറയുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. വളരെ സത്യമാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല ഏറ്റവും ക്യൂട്ട്. അതിനെ ആരും എടുത്തുകൊണ്ടൊന്നും പോകില്ല. എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞുണ്ട്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, അത്രേ ഉള്ളൂ. നിങ്ങൾ പണ്ട് കുട്ടികളെ കാണുമ്പോഴും കളിപ്പിക്കുകയും എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞ് വലിയ സംഭവമൊന്നുമല്ല. കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും കൊഞ്ചിക്കും. നിങ്ങളും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പല കമൻസുകളും ഇപ്പം അശ്വിൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം ദിയ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ദിയ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താതിരുന്നതിൻ്റെ റീസൺ തന്നെ ആ ഒരു ഫാമിലിനെ വിളിക്കാൻ ദിയയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഒന്നുമേ അറിയാത്തതുപോലെ ഞാൻ തായ്ലൻഡിൽ നിന്ന് തായ്ലൻഡോ മലേഷ്യയിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ എൻ്റെ ഫാമിലി ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് പാർട്ടി ഒരുക്കുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആദ്യം ആകെ ട്വിസ്റ്റ് ചെയ്തു. ശരിക്കും അറ്റ്ലീസ്റ്റ് ഈ സിന്ധു കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനെങ്കിലും മക്കളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഫൈൻ, ഇപ്പം ഈ ഇൻലോസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ലോകത്തിലെ ആദ്യത്തെ ഫാമിലി ഒന്നും അല്ല ദിയയുടെ. ഈ ദിയ സ്വന്തം ഫാമിലിയോട് കാണിക്കുന്ന അതേ ഒരു ഇത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു അഫെക്ഷനും ഒരു ലവും കെയറും ഒക്കെ അശ്വിനും ഇല്ലേ? അറ്റ്ലീസ്റ്റ് അശ്വിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിയ ആ ഫാമിലിയും കൂടെ കരുതേണ്ടതായിരുന്നു. പക്ഷേ ദിയ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ഒരിക്കലും ആരും പറയാത്ത കുറേ ന്യായങ്ങൾ, കൊച്ചിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇതുവരെ ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പോലും സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തി എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് വെറുതെ തട്ടിക്കൂട്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് പോകായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.